ഹലോ ഗായ്സ്, അങ്ങനെ ഇന്നത്തെ ദിവസം ഞാൻ വ്യത്യസ്തമായി കഴിച്ച കേക്കുകളും വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ കരോളിന് പോയ വിശേഷങ്ങളുമാണ് ഇതിലൂടെ ഒന്ന് നോക്കാൻ പോകുന്നത്. രാവിലെ തന്നെ പതിവ് പോലെ ഞാൻ എൻ്റെ വണ്ടിയും എടുത്തുകൊണ്ട് ഇറങ്ങി. പിന്നീട് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഒരു പേടി പുറകിന്നോ മുമ്പിന്നോ പോലീസ് വരുന്നോന്നാണ്. പക്ഷേ ഭാഗ്യത്തിന് ഇതുവരെയും കണ്ടിട്ടില്ല. അങ്ങനെ അടുത്തുള്ള ബേക്കറിയിലേക്ക് ചെന്നിട്ട് ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന 2-3 കേക്കുകൾ അങ്ങ് വാങ്ങി. പേസ്ട്രിയാണ് ഞാൻ ആദ്യമേ ചെന്ന് ചോദിച്ചത്. പക്ഷെ അതവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു കേക്കാണ് വാങ്ങിയത്. വിചാരിച്ചതുപോലല്ല, അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിന്. അങ്ങനെ ആ കേക്കും വളരെ സമാധാനപരമായി കഴിച്ചു തീർത്തിട്ട് എൻ്റെ ലിസ്റ്റിലെ 2ാമത്തെ കേക്ക് ഈ ഒരു എലൈറ്റിന്റെ കേക്ക് ആയിരുന്നു. ചെറിയ കേക്ക് ആണെങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ ഒരു കേക്കിന്. അങ്ങനെ എലൈറ്റിന്റെ 2ാമതെടുത്ത ആ കുഞ്ഞൻ കേക്കും ഞാൻ അങ്ങനെ കഴിച്ചു തീർത്തു. അതും അങ്ങനെ കഴിച്ചതിന് ശേഷം ഇനി ഏത് കേക്ക് കഴിക്കണമെന്ന് ആലോചിക്കുമ്പോഴാണ് ഈ കാർ കൊണ്ട് എനിക്കൊരു ഓട്ടം കിട്ടുന്നത്. ഓട്ടവും കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഞാൻ കഴിക്കുന്നത് ഈ ഒരു കുഞ്ഞൻ കപ്പ് കേക്ക് ആയിരുന്നു. അധികം താമസിക്കാതെ തന്നെ അങ്ങനെ അതും തീർത്തു. അതും കഴിച്ചു തീർത്തതിന് ശേഷം ഞാനൊന്ന് പുറത്തോട്ട് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പം വീണ്ടും ഒരു കപ്പ് കേക്ക് വാങ്ങി. നേരത്തെ വാങ്ങിയ കപ്പ് കേക്കിനേക്കാളും കുറച്ചും കൂടി വലിപ്പമുള്ളതാണിത്. അങ്ങനെ ഇതും കൂടെ ഞാൻ കഴിച്ചു തീർത്തു. അങ്ങനെ അതും കഴിച്ചതിന് ശേഷം വൈകുന്നേരം വെറുതെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഓട്ടം പോകാറുള്ള മേഴ്സി ഹോമിൽ നിന്ന് അവർ കരോളിന് പോകാനായിട്ട് എന്നെ വിളിക്കുന്നത്. കുറച്ച് വയ്യാത്തവരും കുറച്ച് പ്രായം ചെന്നവരുമായിട്ടുള്ളവരാണ് കേട്ടോ ഈ മേഴ്സി ഹോമിൽ കൂടുതലുള്ളത്. അങ്ങനെ അവരുടെ ആകെയുള്ള സന്തോഷം എന്ന് പറയാൻ ഇടയ്ക്കുള്ള ഈ ഒരു ക്രിസ്തുമസിന്റെ കരോളിന് പോക്കാണ്. അങ്ങനെ കരോളും കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഉണ്ടായിരുന്നതിൽ അവസാനത്തെ കേക്ക് കൂടെ കഴിച്ചിട്ട് ഞാൻ ഈ ചലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുവാണേ. പതിവ് പോലെ വീഡിയോ എടുത്തതിനോ എഡിറ്റ് ചെയ്തതിനോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളോട് ക്ഷമിക്കുക. സപ്പോർട്ട് എന്ന നിലയിൽ നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.